മറ്റ് ജനപ്രതിനിധികൾ എല്ലാവരും അദ്ദേഹത്തെ അറിയിച്ചിട്ടുണ്ട്. അപ്പം വെലങ്ങാടൻ ആവശ്യം ഇതെല്ലാം കൂടെ ചേർന്ന് പരിഹരിക്കാവുന്ന ഒരു സമഗ്രമായ പാക്കേജാണ് എന്ന് മിനിസ്റ്റർ മനസ്സിലാക്കിയിട്ടുണ്ട്. അതനുസരിച്ച് മുഖ്യമന്ത്രിയുമായും മറ്റ് സർക്കാർ സംവിധാനങ്ങളുമായിട്ട് സംസാരിച്ചിട്ട് ഇവിടെ കളക്ടറുടെ റിപ്പോർട്ടും കൂടെ ലഭ്യമാക്കിയതിന് ശേഷം ഒരു തീരുമാനത്തിലേക്ക് കടക്കാമെന്നാണ് അദ്ദേഹം അറിയിച്ചിട്ടുള്ളത്. ഇവിടുത്തെ പ്രയാസങ്ങൾ ഓരോന്നും ഏറ്റവും ചെറുത് മുതൽ ഏറ്റവും വലിയ വരെയുള്ള എല്ലാ പ്രയാസങ്ങളെ സംബന്ധിച്ചും നേരിട്ട് കണ്ടും ചുരുങ്ങിയ സമയത്തിനുള്ളിലാണെങ്കിലും ഇരുന്നും സംസാരിച്ചിട്ടുണ്ട്. ഇതിന് ഡിപ്പാർട്ട്മെന്റ് വൈസ് ഫണ്ട് കൊണ്ട് മാത്രം നമുക്ക് അഡ്രസ് ചെയ്യാൻ സാധിക്കില്ല. വെലങ്ങാടിന് ഒരു സ്പെഷ്യൽ പാക്കേജ് വലിയൊരു അനിവാര്യതയാണ്. അത് അദ്ദേഹത്തിന് നേരിട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഇടപെടലുകൾ ഉണ്ടാവുമെന്ന് മീറ്റിംഗിൽ മന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ട്. കളക്ടറോട് എല്ലാ ഡിപ്പാർട്ട്മെന്റുകളോടും അവരവരുടെ കാര്യങ്ങളിലുണ്ടായ നഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അവിടെ സൂചിപ്പിക്കപ്പെട്ടത് ഇവിടുത്തെ ജനങ്ങളുടെ പുനരധിവാസവുമായിട്ട് ബന്ധപ്പെട്ട താമസം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇനി എവിടെയായിരിക്കണം. അതിന് 2 തരത്തിലുള്ള റിപ്പോർട്ടാണ് മന്ത്രി കളക്ടറോട് ആവശ്യപ്പെട്ടത്. ഒന്ന്, ടെമ്പററി ആയി ഇവരെവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ സാധിക്കും. പെർമനന്റ് സൊല്യൂഷനിൽ ഈ അപകട ഭീഷണി ഇല്ലാത്ത സ്ഥലങ്ങൾ തിരഞ്ഞെടുത്ത് അവരെ റീഹാബിലിറ്റേറ്റ് ചെയ്യേണ്ട ആവശ്യകതയിലേക്ക് ഒതുങ്ങുന്ന തരത്തിലുള്ള ഇടപെടലുകൾ. അപ്പം അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ഇപ്പം പല തരത്തിലുള്ള പിന്തുണയും ഇതിന് വന്നിട്ടുണ്ട്. ബ്ലോക്ക് പഞ്ചായത്തിന്റെ, ജില്ലാ പഞ്ചായത്തിന്റെ, ഗ്രാമപഞ്ചായത്തിന്റെ പലരും MLA ബന്ധപ്പെട്ടിട്ടുണ്ട്. ഒരു 10-20 വീടിന്റെ കാര്യത്തിൽ പലരും നമ്മളെയൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ പൂൾ ചെയ്ത് കോർഡിനേറ്റ് ചെയ്ത് സമാന്തരമായി പോവാതെ എല്ലാം കൂടെ ഒരുമിച്ച് നാടിന് ഗുണപരമായ രീതിയിൽ എങ്ങനെ നടപ്പിലാക്കാൻ കഴിയുമെന്നുള്ളത് ഈ റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം സമഗ്രമായിട്ടൊരു യോഗത്തിലൂടെ ആലോചിക്കാമെന്ന് പറയുന്നത്. UDFന്റെ ഭാഗത്തുനിന്ന് സർക്കാർ ഈ കാര്യങ്ങളിൽ എടുക്കുന്ന എല്ലാ ശ്രമങ്ങൾക്കും UDFന്റെ ബഹുമാന്യരായ നേതാക്കന്മാർ ഉൾപ്പെടെ നാളെ കൂടുതൽ ആളുകൾ ഇവിടെ സ്ഥലം സന്ദർശിക്കുന്നുണ്ട്. അപ്പോൾ സർക്കാർ എടുക്കുന്ന ഇത്തരം മുൻകൈകൾക്ക് എല്ലാവിധ പിന്തുണയും വെലങ്ങാടിനെ സംബന്ധിച്ച് ഒറ്റക്കെട്ടായി ഇവിടുത്തെ പ്രശ്നപരിഹാരത്തിന് ഉണ്ടാവും. അവരും കൂടെ വന്ന ശേഷം എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്നുള്ളത് ഔദ്യോഗികമായിട്ട് ഗവൺമെന്റിനെ അറിയിക്കുകയും ചെയ്യും. നമസ്കാരം. നമ്മുടെ നാദാപുരം നിയോജകമണ്ഡലത്തിലെ വാണിമേൽ പഞ്ചായത്തിലെ വെലങ്ങാടുണ്ടായ ദുരന്തത്തിന്റെ വ്യാപ്തി കഴിഞ്ഞ ദിവസം വീഡിയോയിലൂടെയും പോസ്റ്റിലൂടെയൊക്കെ നിങ്ങളെ അറിയിക്കാനായി ശ്രമിച്ചിരുന്നു. ഒരു മനുഷ്യായുസ് കൊണ്ട് നേടിയതെല്ലാം നഷ്ടപ്പെട്ട് മിനിറ്റുകളുടെ വ്യത്യാസത്തിൽ ജീവൻ കിട്ടിയ കുറെ ആളുകൾ എല്ലാം നഷ്ടപ്പെട്ട് അവിടെ നിൽക്കുകയാണ്. ഇപ്പൊ പലരും ക്യാമ്പിലാണ്, പലരും ദൂര സ്ഥലങ്ങളിലുള്ള ബന്ധുവീടുകളിലൊക്കെ പോയിരിക്കുകയാണ്. അപ്പോ ആ പ്രദേശത്തെ സഹായിക്കാൻ ഇപ്പൊ എല്ലാവരും രംഗത്ത് വന്നിട്ടുണ്ട്, കടന്നു വന്നിട്ടുണ്ട്. അവിടുത്തെ കാര്യങ്ങളിലൊക്കെ എല്ലാവരും ഇടപെടുന്നുണ്ട്. അപ്പൊ അവിടെ എല്ലാം നഷ്ടപ്പെട്ട, പൂർണ്ണമായും വാസയോഗ്യമല്ലാത്ത തരത്തിൽ അവരുടെ വീടും പുരയിടം കൃഷിയൊക്കെ നഷ്ടപ്പെട്ട 20 കുടുംബങ്ങൾക്ക് എല്ലാവരുടെയും സഹകരണത്തോടെ വീട് വെച്ചു കൊടുക്കാൻ വേണ്ടി നമ്മൾ തീരുമാനിക്കുകയാണ്. ആ തീരുമാനം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അതിൽ KMCCയുടെ പ്രിയപ്പെട്ടവരുടെ സ്നേഹം, അതുപോലെ തന്നെ ഇൻഗാസിന്റെ പ്രവർത്തകരുടെ സപ്പോർട്ട്, തണൽ ഉൾപ്പെടെയുള്ള പ്രസ്ഥാനങ്ങളുടെ നിസ്സീമമായ പിന്തുണ, വ്യക്തികളും സന്നദ്ധ സംഘടനകളൊക്കെ അതിന് മുന്നോട്ട് വരുന്നുണ്ട്. അപ്പൊ അതെല്ലാം കൂടെ കോർഡിനേറ്റ് ചെയ്ത് സ്ഥലത്തെ സംബന്ധിച്ച് സർക്കാർ സംവിധാനങ്ങളൊക്കെ കൂടിയായിട്ട് ആലോചിച്ച് ജനകീയമായി തന്നെ ആ 20 കുടുംബങ്ങൾക്ക് എല്ലാം വീട് നിന്നിരുന്ന സ്ഥലം പോലും അവശേഷിക്കാതെ പോയ 20 കുടുംബങ്ങൾക്ക് നമ്മൾ വീട് വെച്ചു കൊടുക്കാൻ പോവുകയാണ്. ആ വിവരം നിങ്ങളെ അറിയിക്കുന്നു. എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. ബാക്കി കാര്യങ്ങൾ അവിടെ ഒഫീഷ്യലായി ഒരു യോഗം ചേർന്ന ശേഷം അതിന്റെ തുടർ നടപടികൾ അറിയിക്കണം. എല്ലാവർക്കും ഈ പ്രതിസന്ധിയിൽ ആ നാടിന് അതിജീവനത്തിന് വേണ്ടി കൂടെ നിൽക്കുന്ന എല്ലാവർക്കും നാടിന്റെ പേരിൽ ഞാൻ സ്നേഹാശംസകൾ അറിയിക്കുകയാണ്. താങ്ക് യു.